നമസ്കാരം സുഹൃത്തുക്കളെ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായി ജപ്പാൻ ഒരു പുതിയ ചാര സംഘടന രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്കയുടെ CIA പോലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ റോ പോലെ ഒരു കേന്ദ്രീകൃത ഇന്റലിജൻസ് ഏജൻസി. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനവാദികളായി അറിയപ്പെടുന്ന സ്വന്തമായി ഒരു സൈന്യത്തെ പോലും പൂർണ്ണമായി നിലനിർത്താൻ ഭരണഘടനാപരമായ തടസ്സങ്ങളുള്ള ജപ്പാൻ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചാര സംഘടന ഉണ്ടാക്കുന്നത്? അതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ജപ്പാന്റെ പാർലമെന്റ് ആയിട്ടുള്ള നാഷണൽ ഡയറ്റ് അതിനായിട്ടുള്ള നിയമനിർമ്മാണം പാസാക്കിയത്. ജപ്പാൻ പ്രധാനമന്ത്രി സനായി തക്കൈച്ചി അതിനെ വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ ചാരപ്രവർത്തന ശേഷി ശക്തമാക്കുന്നതിനുള്ള ആദ്യപടി എന്നാണ്. യഥാർത്ഥത്തിൽ ഈ പുതിയ നിയമം വഴി രണ്ട് പ്രധാന ബോഡികളാണ് ജപ്പാൻ രൂപീകരിക്കുന്നത്. ഒന്ന്, നാഷണൽ ഇന്റലിജൻസ് കൗൺസിൽ. അത് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവ വിശകലനം ചെയ്യുന്നതിനുമായുള്ള സർക്കാരിന്റെ കമാൻഡ് സെന്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തേത്, വിവരങ്ങൾക്ക് അനുസരിച്ച് നേരിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്പറേഷൻസ് ഏജൻസിയാണ്. നിലവിലുള്ള ക്യാബിനറ്റ് ഇന്റലിജൻസ് ആൻഡ് റിസർച്ച് ഓഫീസിനെ പരിഷ്കരിച്ചാണ് കൂടുതൽ അധികാരമുള്ള ഈ പുതിയ സംവിധാനം അവർ കൊണ്ടുവരുന്നത്. അമേരിക്ക, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളാണ് ഈ പുതിയ ഏജൻസി രൂപീകരിക്കുന്നതിന് ജപ്പാൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നത്. എങ്കിലും അത് മറ്റ് രാജ്യങ്ങളുടെ സംഘടനകളുടെ വെറും ഒരു പകർപ്പായിരിക്കില്ല, മറിച്ച് ജപ്പാന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു വേറിട്ട മാതൃക ആയിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തുകൊണ്ടാണ് ജപ്പാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? പ്രധാന കാരണം എന്ന് പറയുന്നത് തങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികളാണ്. ചൈന, റഷ്യ, വടക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചാരപ്രവർത്തനങ്ങളും ഇടപെടലുകളും പ്രതിരോധിക്കാൻ ഒരു കേന്ദ്രീകൃത ഏജൻസി വേണമെന്നാണ് ടോക്കിയോയുടെ നിലപാട്. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ശീതയുദ്ധകാലം മുതൽ ജപ്പാൻ തങ്ങളുടെ സുരക്ഷയ്ക്കും ഇന്റലിജൻസിനും പൂർണ്ണമായി ആശ്രയിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി സഖ്യകക്ഷികൾ സ്വന്തം സുരക്ഷയ്ക്കായി കൂടുതൽ പണം ചിലവഴിക്കണമെന്നും അമേരിക്കയെ മാത്രം ആശ്രയിക്കരുതെന്നുമുള്ള കർശന നിലപാടെടുക്കുകയുണ്ടായി. യുദ്ധമുണ്ടായാൽ അമേരിക്ക സഹായിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഒരു അനിശ്ചിതത്വം വന്നതോടെ സ്വന്തമായി വിവരങ്ങൾ ശേഖരിക്കാൻ ജപ്പാൻ നിർബന്ധിതരാകുകയായിരുന്നു. കൂടാതെ ജപ്പാനിൽ നിലവിൽ ശക്തമായിട്ടുള്ള ഒരു ചാര വിരുദ്ധ നിയമമില്ല. അതുകൊണ്ട് തന്നെ വിദേശ ചാരന്മാർക്ക് പിടിയിലാകാതെ സാങ്കേതിക വിദ്യകളും വാണിജ്യ രഹസ്യങ്ങളും ചോർത്താൻ ജപ്പാൻ ഒരു സ്വർഗമാണെന്ന് മുൻ റഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോരായ്മ പരിഹരിക്കാൻ പുതിയ ഏജൻസിക്ക് കഴിയുമെന്നാണ് അവർ കരുതുന്നത്. നിലവിൽ ജപ്പാനിലെ പല വകുപ്പുകളിലായി വിവരങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഒരു ഏജൻസിക്ക് മറ്റു വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ നിർബന്ധപൂർവം വാങ്ങി ഏകോപിപ്പിക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം ഇല്ലായിരുന്നു. 1952 ക്യാബിനറ്റ് ഇന്റലിജൻസ് ഓഫീസ് ഉണ്ടാക്കിയപ്പോൾ അതിന് കൃത്യമായ നിയമപരമായ അധികാരം നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് നിലവിലെ സിസ്റ്റം പരാജയമാണെന്ന് ജപ്പാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞത്. കഴിഞ്ഞ ഒക്ടോബറിൽ അധികാരമേറ്റ പ്രധാനമന്ത്രി സനായി തകൈച്ചി ജപ്പാന്റെ പ്രതിരോധ മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഈ പുതിയ ചാരസംഘടന മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിരോധ ബഡ്ജറ്റായ $58 ബില്യൺ ജപ്പാൻ ഈ വർഷം അനുവദിച്ചിട്ടുള്ളത്. അതിൽ $600 മില്യൺ അധികവും ഡ്രോണുകളിൽ നിന്നും ലേസറുകളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവചം നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, യുദ്ധക്കപ്പലുകളും ടാങ്കുകളും പോലുള്ള മാരക ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാനുള്ള വിലക്കും ജപ്പാൻ നീക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാന്റെ രഹസ്യ പോലീസ് ജനങ്ങളെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു വലിയ കറുത്ത ചരിത്രം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ജനങ്ങൾക്ക് സർക്കാരിന്റെ നിരീക്ഷണ സംവിധാനങ്ങളോട് എന്നും ഒരു ഭയവും അവിശ്വാസവും ഉണ്ട്. ഈ പുതിയ നീക്കത്തിനെതിരെ രാജ്യത്ത് പലയിടങ്ങളിലായി യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിലും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂരിഭാഗം ജനങ്ങളും അതിനെ എതിർക്കുന്നില്ല എന്നത് തന്നെയാണ്. അടുത്തിടെ നടന്നിട്ടുള്ള ഒരു അഭിപ്രായ സർവേയിൽ 19% ആളുകൾ മാത്രമാണ് ഈ നിയമത്തിനെ എതിർത്തിട്ടുള്ളത്. ബാക്കിയുള്ളവർ അതിനെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിസ്സംഗത പുലർത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പുതിയ തലമുറ പഴയ ചരിത്രത്തെ ഓർത്ത് ഭയപ്പെടുന്നില്ലെന്നും മാറുന്ന ലോക സാഹചര്യത്തിൽ ഇത് ആവശ്യമാണെന്നും കരുതുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഏകദേശം $407 ദശലക്ഷം ബഡ്ജറ്റ് ഇട്ടിട്ടുള്ള ഈ ഏജൻസി 2026 ഡിസംബർ മാസത്തോടുകൂടി ഫംഗ്ഷനിങ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ,
സൈബർ സുരക്ഷാ വിദഗ്ധർ, വിദേശങ്ങളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ലൈസൻസ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന നൂറുകണക്കിന് ജീവനക്കാർ ഇതിന്റെ തുടക്കത്തിൽ ഉണ്ടായേക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഏജൻസിയിലേക്ക് വേണ്ട പുതിയ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള എൻട്രൻസ് എക്സാമുകൾ അടുത്ത വർഷം തന്നെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പൂർണ്ണ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ജപ്പാന്റെ ഇന്റലിജൻസ് പ്രവർത്തനങ്ങളുടെ സെന്റർ പോയിന്റായി ഈ ഏജൻസി മാറും. പോലീസ്, ഡിഫൻസ്, വിദേശകാര്യ മന്ത്രാലയങ്ങൾ എന്നിവിടങ്ങളിലായി നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഏകദേശം 33,000 ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കും ഏജൻസിയുടെ പ്രവർത്തനം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ ക്യാബിനറ്റ് ഓഫീസറാണ് ഇതിന്റെ ഏകോപനം നിർവഹിക്കേണ്ടത്. എന്നാൽ മറ്റ് ഏജൻസികളുടെ പക്കലുള്ള വിവരങ്ങൾ കൈമാറാൻ അവരെ നിർബന്ധിക്കാനുള്ള യഥാർത്ഥ അധികാരം ഇതിനുണ്ടായിരിക്കില്ല. ഈ തകേച്ചിയുടെ ഈ പരിഷ്കരണത്തിലൂടെ ഇന്റലിജൻസ് കൗൺസിൽ എന്ന പേരിൽ ഒരു പ്രത്യേക കമാൻഡ് സെന്റർ നിലവിൽ വരുമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഹെഡായി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. തകേച്ചിയുടെ രാഷ്ട്രീയ ഗുരുവും ജപ്പാനിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയുമായിരുന്ന ഷിൻസോ ആബെയുടെ ആശയങ്ങളെ ബേസ് ആക്കിയിട്ടുള്ളതാണ് ഇത്തരം പരിഷ്കാരങ്ങളിൽ പലതും. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള കാലഘട്ടം മുതൽ പ്രതിരോധ ഇന്റലിജൻസ് മേഖലകളിൽ നിലനിന്നിരുന്ന പല നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുകയും അമേരിക്കൻ മാതൃകയിൽ ഒരു നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും സെക്രട്ടേറിയറ്റും രൂപീകരിക്കുകയും രഹസ്യവിവരങ്ങൾ ചോരുന്നു എന്ന ജപ്പാന്റെ ചീത്തപ്പേര് മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നാഷണൽ സീക്രട്ട് ലോ നടപ്പിലാക്കുകയൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. പസഫിക് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റി എഴുതാൻ പോകുന്ന ഒരു നീക്കമാണിത്. സമാധാനത്തിന്റെ പാതയിൽ നിന്നും മാറി സ്വന്തം സുരക്ഷയ്ക്കായി ആയുധങ്ങളും ചാരക്കണ്ണുകളും മൂർച്ച കൂട്ടുന്ന ജപ്പാന്റെ ഈ പുതിയ മുഖം ലോകം എങ്ങനെ കാണുന്നു എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമായേക്കും.